ഇപ്പോഴത്തെ ഫീലിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കള്ളം പറയണോ, തെറ്റ് അല്ല, സോറി ഇത് ഇത് എനിക്ക് അയാളെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ചു, വീട്ടുകാരുമായിട്ട് അത് ഡയറക്റ്റ് എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയി, അവരുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പം അങ്ങനെയാണിത് റെഡിയായത്. പക്ഷേ എനിക്ക് മുന്നേ ആളെ പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാരക്ടറും മറ്റു കാര്യങ്ങളും കുറച്ച് എന്താണ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ എൻഗേജ്മെൻറ്റ് എന്നൊരു പ്രൊസീജിയർ കൈവശം നടക്കുന്നതിന് മുന്നേ തന്നെ ആളെപ്പറ്റി എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാനും, ആളെങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ആളെങ്ങനെയൊക്കെ ചിന്തിക്കും, എനിക്ക് വേണ്ടി എന്തൊക്കെ പുള്ളിക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്യാരക്ടർ അടിപൊളിയാണ്, സപ്പോർട്ടീവാണ്. അപ്പോൾ പിന്നെ ഇച്ചിരി പസീവാണ്. എന്നാലും എന്താണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിലുള്ള അഡ്വൈസുകൾ. കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലല്ലോ. കല്യാണം കഴിക്കാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ്, ഒരു ആങ്സൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇത്ര ആൾക്കാരെ ഒരു ഫാമിലിയിൽ നിന്ന് വേറൊരു ഫാമിലിയിലേക്ക് ചേരുമ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ ആൾക്കാർ അവിടുത്തെ എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനും, പിന്നെ പുതിയൊരു കുടുംബത്തിലേക്ക് ഞാനും ചെന്ന് കയറുവാണ്, ആ പെൺകുട്ടിയും വന്ന് കയറുവാണ്. സോ ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ടാകാൻ പോകുന്നു. അപ്പോൾ അവിടുന്ന് എഴുതുന്ന ഡ്രസ്സാണെങ്കിലും ഞാനിപ്പോൾ മന്ത്രോട് കൊടുക്കും, ഞാൻ പുടവ കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും ആ ഡ്രസ്സ് കാണുമ്പോഴത്തേക്കും, അത് ആദ്യം ഇട്ട് കാണുമ്പോഴത്തേക്കും ഞാൻ ഓൾവേസ് എക്സൈറ്റഡ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പം ഞാൻ ഡയറക്റ്റ് നേരിട്ട് കാണുമ്പം എത്രത്തോളം എക്സൈറ്റഡ് ആകുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. நல்வேளை இவன் மார்பில் இளமானின் விழிசாயும் மணநாளோ தலை சாயம் இவள் நாணம் மூகில் மூடும் மினிகி அலைப்பா